ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. പോലീസ് ഓഫീസർ പറയുന്നു, സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തു എന്നറിഞ്ഞാൽ അറിയാലോ, ഗാർഹിക പീഡനത്തിന് ഞാൻ സകല എണ്ണത്തിനെയും അകത്താക്കും. താനല്ലേ ഇവരുടെ ഒപ്പിട്ട പരാതി തന്നത്? നടക്കടോ, ബാക്കി അവിടെ വെച്ചാകാം. അങ്ങനെ സുനന്ദയുടെ അച്ഛനെ പോലീസുകാർ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അയ്യോ സാറെ, കൊണ്ടുപോകല്ലേ, ധനേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ലളിത. ഗംഗാധരൻ പറയുന്നു, സാറേ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഇതെല്ലാം കണ്ട് പൊട്ടിക്കരിക്കൊണ്ട് നിൽക്കുകയാണ് സുനന്ദ. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, ലളിതേ ഒന്ന് പറ, ലളിതേ ഒന്ന് പറയളിയാ, ഞാനൊരു പാവോ സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സുനന്ദയുടെ അച്ഛനെ ജീപ്പിൽ കയറ്റി അവർ കൊണ്ടുപോവുകയാണ്. നെഞ്ചത്ത് കൈവച്ച് പൊട്ടിക്കരങ്ങിയ ലളിത പറയുന്നു, അയ്യോ എന്റെ ധനേട്ടൻ. ഇപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ, നീ അകത്തേക്ക് ചെല്ല്. ഇത് കേട്ട് ലളിത അകത്തേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് CI പറയുന്നു, നേരെ നോക്കടോ, സ്വന്തം മകളെ വെച്ച താൻ ഇങ്ങനെ ഒരു കള്ളപ്പരാതി എഴുതി തന്നത്. ഇതിന്റെ പേരിൽ ഞാൻ ഇവർക്കെതിരെ കേസെടുത്ത് അകത്തിട്ടാലേ നാളെ പുറത്തിറങ്ങുന്ന തന്റെ മകളെ നോക്കി ആൾക്കാരെന്ത് പറയണോ? ഈ കുട്ടി വന്ന് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾക്ക് അവിടെ വന്ന് അന്വേഷിക്കാൻ തോന്നിയത്. അതിന് ചെയ്യാത്ത കുറ്റത്തിന് ഇവര് മാത്രമല്ല, അതിന്റെ നാണക്കേട് തന്റെ മകളും കൂടി അനുഭവിക്കേണ്ടി വരും. എടോ ധനശേഖര, കുടുംബത്തിന്റെ ധനം ശേഖരിക്കുക മാത്രമല്ല ഒരാളുടെ ഉത്തരവാദിത്തം. അനാവശ്യമായ അപവാദത്തിൽ നിന്നും മാനക്കേടിൽ നിന്നും ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതുകൂടിയാ. കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും, അതിനിങ്ങനെയാണോ ചെയ്യുക? താൻ ഒരു അച്ഛനാണോ? ധനശേഖരൻ പറയുന്നു, സാറേ ഇവരെല്ലാവരും കൂടി എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്നിട്ട് എന്നെ തല്ലി, അതിന് കേസില്ലയോ സാറേ? CI പറയുന്നു, അതിനു മുമ്പ് താനും തന്റെ ഭാര്യയും കൂടി ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇയാളെ തല്ലിയില്ലേ, അതിന് കേസെടുക്കണ്ടേ? അടിപിടി കേസാണെങ്കിൽ അതിനായിരിക്കണം പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ മകളെ വെച്ച് പരാതി കൊടുത്തിട്ടില്ല. ദേ, നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് വഴക്ക് വേണമെങ്കിലും ഉണ്ടാകും, അതിന്റെ പേരിൽ അടിപിടിയോ ഇമാതിരി കള്ളക്കേസോ മേലിൽ ഇനി ഉണ്ടാകരുത്, കേട്ടല്ലോ? എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം, അതിനാ ഇവിടെ പോലീസ്, മനസ്സിലായോ? നിങ്ങൾ 4 പേരും പുറത്തുപോയി ഒപ്പിട്ടിട്ട് പോയിക്കോ, ഇയാള് കുറച്ചുനേരം ഇവിടെ നിൽക്കട്ടെ. അയ്യോ സാറേ എന്ന് ധനശേഖരൻ വിളിക്കുമ്പോൾ CI പറയുന്നു, അങ്ങോട്ട് മാറി നിൽക്കടോ. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് നിധിയും സുഭാഷും അനുജന്മാരും അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് അരികിലേക്ക് വരികയാണ് സുഭാഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ, ഒപ്പം ചന്തു ഉണ്ട്. സുഭാഷ് ചോദിക്കുന്നു, നീ പണിക്ക് പോയില്ലേ? അയാൾ പറയുന്നു, അവിടുന്നാ വരുന്നത്. ചന്തു പറയുന്നു, ജാമ്യം എടുക്കാൻ വക്കീലിനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ചേട്ടാ, ഞങ്ങളത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. നിന്നോട് ആരാ പറഞ്ഞെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ചന്തു പറയുകയാണ്, ഹരീഷ് ഏട്ടന്റെ അച്ഛൻ ഭാസ്കരേട്ടൻ. ഹരീഷ് പറയുന്നു, കണ്ടില്ലേ, ഇനി നാട്ടിലെങ്ങും പാട്ടാകും. പുള്ളിക്കാരന് ഇതൊരു അന്തസ്സാ, എന്നെ പോലെ എന്റെ മക്കളും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അഭിമാനിക്കാമല്ലോ. സുഭാഷ് പറയുന്നു, വിടടാ മോളെ, മോളൊരു പച്ച പാവമാണെന്നാ ഞാൻ കരുതിയത്, പക്ഷേ നിന്റെ മിടുക്ക ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം. വാ. സുധീഷ് മനസ്സിൽ പറയുന്നു, ദൈവമേ, ഈ ബുദ്ധി സ്വന്തം കാര്യത്തിൽ പ്രയോഗിക്കാനുള്ള ബുദ്ധി ഇവൾക്ക് തോന്നരുതേ, എനിക്ക് പണി വരരുതേ. തുടർന്ന് ഓട്ടോയിൽ അവർ വീട്ടിലേക്ക് വരികയാണ്. നിധി പറയുന്നു, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. സുഭാഷ് പറയുന്നു, മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് കഷ്ടപ്പാടെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാ, ഏട്ടത്തി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പുറത്തിറങ്ങില്ലായിരുന്നു. നിധി പറയുന്നു, ഏയ്, ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കാനാ? ചോദ്യം ചെയ്യുമ്പോൾ അതാ സാറിന് അപ്പൊ തന്നെ മനസ്സിലായി, നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യുമായിരുന്നു. ഹരീഷ് പറയുന്നു, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേനെ, പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമായിരുന്നില്ല. വെറുതെ ഏട്ടത്തിയും കൂടി ടെൻഷനായി, ഞങ്ങള് കാരണം പോലീസ് സ്റ്റേഷനിലും കയറി. നിധി പറയുന്നു, എനിക്കൊരു ടെൻഷനും ഇല്ല ഹരീഷ്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഇതാദ്യമായിട്ടല്ലോ. നിങ്ങളെ പോലീസ് വന്ന് കൊണ്ടുപോയപ്പോഴായിരുന്നു എനിക്ക് ടെൻഷൻ, ഇപ്പൊ എല്ലാവരും വന്നല്ലോ, ഞാൻ റിലാക്സ്ഡ് ആയി. സുഭാഷ് പറയുന്നു, ഇതൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാ. ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാ ഒരാള് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്, അത് മോളാ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടുപോയി സത്യം തെളിയിച്ചില്ലേ? ആക്ച്വലി ഞങ്ങൾ നിധിയെ കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ്. നിധി പറയുന്നു, ഇക്കാര്യത്തിൽ സുനന്ദയെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ അവള് സത്യം പറയാതിരുന്നെങ്കിൽ വലിയ കുഴപ്പമായിനി, പാവം. അതിന്റെ പേരിൽ അവളെ അവരൊക്കെ കൂടി എന്തുമാത്രം തല്ലുവെന്ന് ആർക്കറിയാം. ഹരീഷ് പറയുന്നു, സുനന്ദ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. സുധീഷ് പറയുന്നു, അത് തന്നെ, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ പിന്നാലെ വരാൻ നിധിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് കാരണക്കാരിയായ സുനന്ദ വന്നോ? ഇല്ലല്ലോ. മാത്രമല്ല എന്താ നടന്നെന്ന് അവൾക്കറിയാമായിരുന്നല്ലോ, അവക്ക് വന്ന് സത്യം പറയാമായിരുന്നല്ലോ. ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല അവള്. എന്നിട്ട് ഫോൺ ചെയ്തപ്പോ പോലും സംസാരിച്ചില്ലല്ലോ. ഇയാൾ ഇൻസ്പെക്ടറുടെ കാല് പിടിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അവള് സത്യം പറഞ്ഞത്. അതുകൊണ്ട് പുറത്തിറങ്ങിയതിന്റെ ക്രെഡിറ്റ് സുനന്ദയ്ക്ക് കൊടുക്കുകയൊന്നും വേണ്ട, അതിന്റെ കാരണക്കാരി ഇയാള് തന്നെയാ. നിധി പറയുന്നു, എന്റെ അവസ്ഥ പോലെയല്ല അവളുടേത്, ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാ അവള്. അവളുടെ വീട്ടുകാർ അങ്ങനെ ചെയ്യുമെന്ന് അവള് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരിയാ, ആ പെണ്ണൊരു പാവമാ, ഇതിനോടകം അവളെ അവരെല്ലാവരും കൂടി തല്ലി കൊല്ലാറാക്കിയിട്ടുണ്ടാകും. സുധീഷ് പറയുന്നു, ഓ പിന്നെ സുഭാഷ് ചേട്ടൻ ഈ പാവം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാ
അവൾ അത്ര പാവമൊന്നുമല്ല. ദേ അവൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ. ഹരീഷ് പറയുന്നു, ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും അതിനില്ല, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത്? നികേഷ് പറയുന്നു, സുനന്ദേച്ചിയോട് ആദ്യമൊക്കെ എനിക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. സുഭാഷ് പറയുന്നു, മതി അത് വിട്. ദേ ഇതോടെ ഈ പ്രശ്നം തീർന്നു എന്നങ്ങ് വിചാരിച്ചോ? എടാ നിന്നോടും ഹരീഷിനോടുമായിട്ടാ പറയുന്നത്. ഇനി അവരുടെ വീട്ടിൽ പോയി നമ്മളായിട്ട് ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട, കേട്ടല്ലോ? എടാ ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങള്? ഉത്തരം പറ. നിധി പറയുകയാണ്, ഇനി ഒന്നിനും നിൽക്കില്ലാന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? പോലീസ് ഇടപെട്ട് പരിഹരിച്ച കേസാ, നിങ്ങളായിട്ട് പോയിട്ട് വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കിയാല് വലിയ പ്രശ്നമാകും, ശരിയല്ലേന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇതോടെ എല്ലാം അവസാനിക്കണം, കേട്ടല്ലോ? സുധീഷ് പറയുന്നു, ഉത്തരവ് മാഡം. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ശരി. മാധം പറഞ്ഞ നിധി അകത്തേക്ക് പോകുമ്പോൾ ഹരീഷിനെ ചേർത്ത് പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു, തീർന്നോടാ നിന്റെ കളി? തുടർന്ന് ധനശേഖരനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിടുകയാണ്. ദേഷ്യത്തോടുകൂടി സുനന്ദയെ തല്ലുകയാണ് ലളിത. എന്നെ തല്ലല്ലേ അമ്മയെന്ന് സുനന്ദ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ലളിത പറയുന്നു, നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത്. അശ്രീകരം. സുനന്ദ പറയുന്നു, ഇനിയും തല്ലിയാ ഞാൻ ചത്തുപോകും. അപ്പൊ ധനശേഖരൻ പറയുകയാണ്, മിണ്ടി പോകരുത്. അവനെ പുറത്തിറക്കാൻ പോലീസിന് ഒറ്റിക്കൊടുക്കുമ്പോൾ നീ ഞങ്ങളെ പറ്റി ആലോചിച്ചോടി? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്, അതിന് കാരണം നീയാ. ലളിത പറയുന്നു, എന്ത് പറയണമെന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേടി ഞാൻ പോയത്? പോലീസുകാരെ മുന്നിൽ എത്തിയപ്പോൾ നിനക്ക് അവനെ ഓർമ്മ വന്നു അല്ലേ, അതുകൊണ്ടായിരിക്കും മാറ്റി പറഞ്ഞത്. ഗംഗാധരൻ ചോദിക്കുന്നു, എടി നിന്റെ അച്ഛനേക്കാളും വലുത് അവനാണോടി? ലളിത പറയുകയാണ്, അന്യ നാട്ടിൽ കിടന്ന ഈ മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെട്ടതേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, അത് നീ ആലോചിച്ചോടി. ഗംഗാധരൻ പറയുന്നു, നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല മോളെ. എന്റെ അനിയത്തിയുടെ മോളായിട്ടല്ല, സ്വന്തം മകളായിട്ടാ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ധനശേഖരൻ പറയുന്നു, ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് നിനക്ക് ഞാൻ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതമല്ലെന്ന് നീ പറഞ്ഞാല് അത് നടക്കില്ലെന്ന് നീ കരുതിയോടി? ചെറുക്കന്റെ വീട്ടുകാര് ഇങ്ങ വന്നേച്ചു പോകട്ടെ, എന്നെ സ്റ്റേഷനിൽ കയറ്റി എന്നുള്ളതിന് അതിനുശേഷം നിനക്ക് ഞാൻ തരാം. ഈ സമയം ധനശേഖരന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ധനശേഖരൻ പറയുന്നു, നേരെ മുക്കാട്ടുപടി കവലയിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, കിഴക്കോട്ടുള്ള സ്ട്രീറ്റ് റോഡ്, ഞാൻ പുറത്തു നിൽക്കാം. ശരി, ഓക്കെ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ധനശേഖരൻ പറയുന്നു, അളിയ അവര് പുറപ്പെട്ടു, 1 മണിക്കൂറിനുള്ളിൽ എത്തും. ദേ അവരുടെ മുമ്പില് ഇവള് കരഞ്ഞും നിലവിളിച്ച് നിന്നാല് സത്യമായിട്ടും ഒരു തവണ കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. ദാ നിന്റെ മോളെ തീർത്തിട്ടായിരിക്കുമെന്ന് മാത്രം. നല്ല കാര്യം ഓതിക്കൊടുത്താൽ നിനക്ക് നല്ലത്. വാ അളിയ. അങ്ങനെ ഗംഗാധരനെയും കൂട്ടി ധനശേഖരൻ അവിടെ നിന്ന് പോവുകയാണ്. ലളിത പറയുന്നു, കരച്ചില് നിർത്തടി, തള്ള ചത്താ പോലും നീ ഇങ്ങനെ കരയില്ലല്ലോടി. അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, പോലീസുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതുപോലെ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാൽ അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത്, ഞാനായിരിക്കും. ഓർത്തോ. ചെന്ന് മുഖം കഴുകി റെഡിയാകാൻ നോക്കടി. അങ്ങനെ ദേഷ്യത്തോടു കൂടി ലളിത അവിടെ വന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് സുനന്ദ. പിന്നീട് കാണിക്കുന്നത് സാന്ദ്ര നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് സാന്ദ്ര ചോദിക്കുന്നു, നിധി എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? നിധി പറയുന്നു, ഏട്ടത്തി പറഞ്ഞോളൂ. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയിട്ട് കുറെയായി, എന്ത് ചെയ്യാം, എപ്പോഴും ആരെങ്കിലും ഉണ്ടാകും, ഫോൺ വിളിക്കുന്നത് കണ്ടാൽ അതും പറഞ്ഞ് പ്രശ്നമാകുമെന്ന് കരുതിയ ഞാൻ. അത് സാരമില്ല ഏട്ടത്തിന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, അന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞ് ഞാൻ വോയിസ് നോട്ട് അയച്ചിരുന്നു. നിധി പറയുന്നു, ഞാൻ കേട്ടിരുന്നു. സോറി നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, അത് കഴിഞ്ഞില്ല ഏട്ടത്തി, വിട്ടേക്ക്. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, കുറച്ച് ദിവസമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ചോദിക്കട്ടെ. സൂര്യയെ നിനക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷേ സുധീഷിനെ നിനക്ക് എങ്ങനെയാ ഇഷ്ടപ്പെട്ടത്? നിധി പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു. സാന്ദ്ര ചോദിക്കുന്നു, പിന്നെ കല്യാണം? നിധി പറയുന്നു, അതൊരു ആക്സിഡന്റ് മാരേജാ. അപ്പോൾ സാന്ദ്ര ചോദിക്കാണ്, എന്ന് വെച്ചാൽ? നിധി പറയുന്നു, അതൊക്കെ ഒരു കഥയാ ഏട്ടത്തി. സാന്ദ്ര പറയുന്നു, പറഞ്ഞാലല്ലേ മനസ്സിലാകൂ, നീ പറ നിധി, നീ സുധീഷിനെ വിവാഹം കഴിക്കാൻ കാരണം എന്തായിരുന്നു? അവനോടൊപ്പം നീ ഓടിപ്പോയത് പിന്നെന്തിനാ? നിധി പറയുന്നു, ഞാൻ സുധീഷിനോടൊപ്പം ഓടിപ്പോയതല്ല ഏടത്തി, സൂര്യയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത്. എനിക്ക് ഡ്രൈവറായിട്ട് വന്നതാ സുധീഷ്. അന്ന് പോരുമ്പോൾ എന്നത്തെയും പോലെ ആ സൂര്യ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ഫോണിലൂടെ അവനെ പറയാൻ തോന്നിയതെല്ലാം പറഞ്ഞു. ഞാൻ രാത്രി പുറത്തെവിടെയോ ആണെന്ന് അവന് മനസ്സിലായി. പിന്നെ അറിയാലോ. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി നിധി സാന്ദ്രയോട് പറയുകയാണ്. എല്ലാം കേട്ട സാന്ദ്ര ചോദിക്കുന്നു, അപ്പോ ഇത് നിന്റെ ഇഷ്ടത്തിന് നടന്ന കല്യാണമല്ലേ? നിധി പറയുന്നു, അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സുധീഷിനെയും തെറ്റു പറയാൻ പറ്റില്ല, ഒന്നോർത്താൽ അയാളുടെ ജീവിതവും ഇങ്ങനെയായില്ലേ. സാന്ദ്ര പറയുന്നു, നീ എന്താ ഞങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത്? നിധി ചോദിക്കാണ്, പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നോ? എപ്പോഴെങ്കിലും എന്റെ ഭാഗത്തൊരു ശരി ഉണ്ടാകുമെന്ന് ചിന്തിച്ചോ? ഇപ്പോഴും ആ അരപ്പിരി സൈക്കോയെ എന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നോക്കുന്നത്? എങ്ങനെ എനിക്ക് പിന്നെ പറയാൻ പറ്റും? സാന്ദ്ര പറയുന്നു, ശരി, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അപ്പോൾ നിധി ചോദിക്കാണ്, പറഞ്ഞിട്ട് വീണ്ടും എന്നെ അവന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കും, അതല്ലേ സംഭവിക്കുക? ആ സൈക്കോ ആണെങ്കിൽ തിരിച്ചു പോകാതെ ഇപ്പോഴും കെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. സാന്ദ്ര പറയുന്നു, അത് ശരിയാ, അയാൾ ഇപ്പോഴും അരുണേട്ടനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നീ ആഗ്രഹിച്ചത് സ്വന്തമായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ലേ? അതിപ്പോ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനി എന്ത് ചെയ്യും? എത്ര കാലം ആ വീട്ടിൽ നീ ഇങ്ങനെ കഴിയും? ജീവിതകാലം മുഴുവൻ സുധീഷിന്റെ വൈഫായി ആ വീട്ടിൽ ജീവിക്കാനാണോ ഭാവം? നിധി പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും പറ്റില്ല ഏടത്തി, ഞാൻ ഇതൊരു കല്യാണമായിട്ടാ വിചാരിച്ചിട്ടേ
ഇല്ല. ഇവിടെ കഴിയുന്നിടത്തോളം എനിക്കൊരു പ്രശ്നവും ഇല്ല ഏട്ടത്തി. എല്ലാവരും എന്നോട് നന്നായിട്ടാ പെരുമാറുന്നത്. പക്ഷെ അധികകാലം ഞാൻ ഇവിടെ നിൽക്കില്ല, ഉറപ്പ്. സാന്ദ്ര ചോദിക്കുന്നു, വെറുതെ എന്തിനാ നിധി വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? എന്താ ഏട്ടത്തിന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, കഴിഞ്ഞതൊരു ആക്സിഡന്റൽ മാരേജ് ആയിരുന്നു എന്ന് നീ പറഞ്ഞു. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതല്ലേ? നിധി പറയുന്നു, അത് പോലീസുകാരാ അങ്ങനെ ചെയ്തത്. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴാ നിയമപരമായി വിവാഹം രജിസ്റ്റർ ആയെന്നാ ഞങ്ങൾക്ക് മനസ്സിലായത്. സാന്ദ്ര ചോദിക്കുന്നു, എന്താ നിധി ഇത്ര വലിയൊരു കാര്യം നീ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത്? നിനക്കും ഒരുപക്ഷെ സുധീഷിനും ഇത് കല്യാണം അല്ലാന്നുള്ള തോന്നലുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ലീഗലി പാർട്ട്ണർമാരായി കഴിഞ്ഞു. അതുകൊണ്ട് നിയമപരമായി തന്നെ ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ. വേറൊരു നിവൃത്തി ഇല്ലാതെയല്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് മൂവ് ചെയ്യരുതോ? രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമല്ലേ? രണ്ടുപേരും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? നാളെ നിനക്കൊരു ജീവിതം വേണ്ടേ? സുധീഷിനും അയാളുടേതായ ഒരു ജീവിതം വേണ്ടേ? അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സ് ലീഗലി നടക്കണം നിധി. ഇനിയും ലേറ്റ് ആയാൽ നിനക്ക് കൂടുതൽ ആപത്ത്. ഇത് കേട്ട് നിധി പറയുന്നു, ശരി ഏട്ടത്തി, ഞാൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. എനിക്ക് മാത്രമല്ലല്ലോ, സുധീഷിനും അത് പ്രധാനമല്ലേ? സാന്ദ്ര പറയുന്നു, അവന്റെ കാര്യം വിട്. ഇതിങ്ങനെ നീണ്ടു പോയാൽ നാളെ സുധീഷിന് ഈ കല്യാണം തന്നെ മതിയെന്ന് തോന്നിയാലോ? ഇനിയും ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, അതാ പറഞ്ഞത് നിനക്കാ കൂടുതൽ ആപത്തെന്ന്. നീ ഇന്ന് തന്നെ സുധീഷിനോട് സംസാരിക്ക്, എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കാണാം, ഓക്കെ? നിധി പറയുന്നു, ശരി ഏട്ടത്തി, ഞാൻ എന്നിട്ട് വിളിക്കാം. ശരിയെന്ന് പറഞ്ഞ സാന്ദ്ര ഫോൺ കട്ട് ചെയ്യുകയാണ്. നിധി ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് സുധീഷിനെയും കൂട്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് നിധി. സുധീഷ് ഒന്നും പറഞ്ഞില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്ത് പറയാനാടോ? നിധി പറയുന്നു, നമുക്ക് നടന്നതൊരു ഫേക്ക് മാരേജ് ആയതുകൊണ്ട് ഇതധികം തുടർന്നു പോകുന്നത് ശരിയല്ല. പക്ഷേ ലീഗലി നമ്മള് മാരീഡ് ആയ സ്ഥിതിക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതിരിക്കാനും പറ്റില്ല. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, അതായത് ഞാനും നീയും മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഡിവോഴ്സ് വാങ്ങിക്കണം അല്ലേ? നിധി പറയുന്നു, അതെ, അതല്ലേ വേണ്ടത്. സുധീഷ് പറയുകയാണ്, എടോ, നമ്മൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലേ? ഇനിയിപ്പോ ഏതായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. മരണം വരെ നീയും ഞാനും ഭാര്യയും ഭർത്താവും ആയിരിക്കും. അത് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇത് കേട്ട് നിധി ഞെട്ടി നിൽക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷ്. ഇത് നിധി കണ്ട സ്വപ്നമാണ്. ഞെട്ടി ഉണർന്ന നിധി മനസ്സിൽ പറയുന്നു, ദൈവമേ, അങ്ങനെ സംഭവിക്കുമോ? ഡിവോഴ്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ചോദിച്ചാലോ? സുധീഷും നികേഷും ഹരീഷും സുഭാഷും എല്ലാം നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. റൂമിൽ നിന്നും പതിയെ ഇറങ്ങി സുധീഷിന്റെ അരികിലേക്ക് വന്ന് പതിയെ തട്ടി വിളിക്കുകയാണ് നിധി. ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റിരുന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ? പതിയെ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ? ഒന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോവുകയാണ്. സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ഈശ്വര, ഒറ്റയ്ക്ക് പുറത്തേക്ക് വിളിക്കുന്നു, ട്രാക്കിൽ വീണോ? അങ്ങനെ സന്തോഷത്തോടുകൂടി സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, നിധി പറയൂ, എന്താ വിഷയം? നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, സംഭവം അത് തന്നെ സുധീഷ്, നാളുകൾക്ക് ശേഷം എനിക്ക് നിന്നോടത് പറയാൻ തോന്നുന്നു. ഐ ലവ് യു. അങ്ങനെ തുറന്നു പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ സുധീഷ് പറയുന്നു, നിധി അങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഇയാളുടെ മനസ്സിൽ തോന്നിയില്ലേ, അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. പറഞ്ഞോ? നിധി പറയുന്നു, അന്നൊരു ദിവസം രാത്രി എന്നെ പുറത്തു കൊണ്ടുപോയില്ലേ? സുധീഷ് പറയുന്നു, അതെ, നമ്മൾ ഒരുമിച്ച് പാർക്കിലൊക്കെ പോയി കറങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്ന ദിവസമല്ലേ? നിധി പറയുന്നു, അതുപോലെ ഇന്നൊന്ന് പോയാലോ? സുധീഷ് ചോദിക്കാണ്, എന്തൊരു ചോദ്യമാണോ ഇത്? ഈ സുധീഷ് ജീവിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാ? നിധി പറയുന്നു, അടുത്തെവിടെയെങ്കിലും മതി. സുധീഷ് പറയുകയാണ്, അതിനെന്താ, നമുക്ക് പോകാലോ. അല്ല നിധി, എന്താ പ്രശ്നം? അന്നത്തെ പോലെ മനസ്സിന് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ട്? നിധി പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഇയാളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. സുധീഷ് ചോദിക്കുന്നു, എന്നോടോ? സംസാരിക്കാമല്ലോ, എത്ര വേണമെങ്കിലും സംസാരിക്കാം. നിധി പറയുകയാണ്, ഞാൻ മൊബൈൽ എടുത്തിട്ട് വരാം. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ കയ്യിൽ നുള്ളി നോക്കി സുധീഷ് പറയുന്നു, അപ്പൊ സ്വപ്നമല്ല. ഈശ്വര, രാത്രി നേരം, പൂർണ്ണ നിലാവ്, തണുത്ത കാറ്റ്, ഞാനും നിധിയും ഐ ലവ് യു എന്ന് പറയാൻ ഇതിലും പറ്റിയ സമയമുണ്ടോ? വെയിറ്റ് ചെയ്യാം. തുടർന്ന് കാറിൽ സുധീഷും നിധിയും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ഈ നാടകങ്ങളി നിർത്തണ്ടേ? മനസ്സിലായില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, ഈ കല്യാണത്തിന്റെ കുടുക്കിന്ന് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണ്ടേ? നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങളുണ്ട്, അതിനിതൊരു തടസ്സമാകരുത്. അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യണം. തുടർന്ന് നിധിയും സുധീഷും ഡിവോഴ്സിന്റെ കാര്യത്തിനായി ഒരു വക്കീലിനെ കാണാനായി വന്നിരിക്കുകയാണ്. നിധി പറയുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ ഒരു തെറ്റാണ് സാർ ഈ കല്യാണം. എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല, സുധീഷിന് എന്നെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ് സുധീഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.